ഗ്രാമീണ പാരമ്പര്യത്തിന്റെ നിറക്കാഴ്ചയായി പൂക്കാർ സംഘം. മടിയൻകുലോത്ത് കലശത്തിനായി കലശത്തട്ട് ഒരുക്കുന്നതിനായുള്ള പൂക്കളുടെയും ശേഖരണയാത്ര ആചാരം തെറ്റിക്കാതെ വാഴക്കോട് കോടരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശത്തിനായി കലശത്തൊട്ടൊരുക്കുന്നതിനായുള്ള പൂക്കളുടെയും ശേഖരണ യാത്ര ആചാരം തെറ്റിക്കാതെ വാഴക്കോട് കൊട്രക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി. കിഴക്കുങ്കര കളരിക്കാൽ തറവാടിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പൂക്കാർ സംഘം പുറപ്പെട്ടു. കാൽനടയായി ആനന്ദാശ്രമം ഇലക്ട്രിക് ഓഫീസ് മുൻവശത്ത് വെച്ച് ഇരു സംഘങ്ങളായി പിരിഞ്ഞു. ഇതിൽ കുമാരൻ വെളിച്ചപ്പാടനും കലശക്കാരൻ കെ കൃപേഷ്, കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പ്രസിഡന്റ് ബൈജു അതിയാമ്പൂരും ബാല്യക്കാരും അടങ്ങുന്ന സംഘമാണ് വാഴക്കോട് പ്രദേശത്തും കലശക്കാരൻ കെ മധുവും ക്ഷേത്രം സെക്രട്ടറി സതീശൻ പടിഞ്ഞാറേക്കരയുടെ നേതൃത്വത്തിലുള്ള ബാല്യക്കാർ പർക്ലായി മുളവനൂർ ഭാഗത്തേക്കും യാത്ര തിരിക്കും. വാഴക്കോട് ഭാഗത്തേക്കുള്ള പൂക്കാർ സംഘത്തിന് നൂറ്റാണ്ടുകളായി തൈവളപ്പിൽ മൂലയ്ക്ക് വീട്ടിലാണ് കഞ്ഞിയൊരുക്കുന്നത്. ഇത് കുടിച്ച ശേഷമാണ് വാഴക്കോട് കൊട്രക്കാവ് ഭഗവതിയുടെ നടയിൽ എത്തുന്നത്. മടിയൻകുലം ക്ഷേത്രപാലകന്റെ അധീനതയിലുള്ള സ്ഥലമാണ് ഈ പ്രദേശമെന്നാണ് ഐതിഹ്യം. ഇവിടെ കാവലായുള്ള ഭഗവതിയുടെ മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം കുമാരൻ വെളിച്ചപ്പാടൻ 3 പ്രാവശ്യം പൂക്കുല പറിക്കാൻ ഭഗവതിയോട് അനുവാദം ചോദിക്കും. വെള്ളത്തുകുതിയിൽ നിന്ന് അച്ഛന്മാർ സംക്രമത്തിന് കുളിച്ചു കയറാൻ പോകും രാവിലെ. അത് കഴിഞ്ഞ് ഇടവൻ 2-ന് കലശം തീർച്ചയാക്കും ഓരോത്തുനിന്ന് ജമക്കണിയാൻ. അത് ജമക്കണിയാൻ വെള്ളത്തുകുതി കളരിക്കാലേക്ക് അതിൻ്റെ മുഹൂർത്തം കൊണ്ടുവരും. ഇന്ന ദിവസം ഓരോത്തിൽ എന്ന് പറഞ്ഞു ആ ഡേറ്റിന് 2 വയലക്കാരെ വെട്ടയം കലശത്തിനും പെരലി കലശത്തിനും തീർച്ചയാക്കും. അവിടുന്ന് എല്ലാ അച്ഛന്മാർ നായരച്ഛനും മൂത്തച്ഛനും ഇളയച്ഛനും പിന്നെ പർവ്വത പൂർണ്ണം കേരളത്തിലെ അച്ഛന്മാരും കൂടി ഓലകൊത്തിൽ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറി ഓലകൊത്തി അടന്ന് ആ മടിയമണിയാണി യന്ത്രവൻ ആ ഓലയും കൊണ്ട് കൊട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടാക്കും. ശേഷമാണ് ആചാരക്കാരൻ കല്യാണത്തെ കണ്ണന്റെ വീട്ടിലെത്തുന്നത്. ഇവരുടെ തോട്ടത്തിൽ നിന്നും ആദ്യ പൂക്കുല പറിച്ച ശേഷം പ്രദേശത്തെ മറ്റു പറമ്പിലേക്ക് പ്രവേശിക്കും. 21 പൂക്കുല 21 പറമ്പിൽ നിന്നാണ് ശേഖരിക്കുക. പൂക്കുലയ്ക്കൊപ്പം ഇളനീരും തേങ്ങയും ശേഖരിക്കും. തിരിച്ചുള്ള യാത്ര പണ്ടുകാലങ്ങളിൽ കാൽനടയായിട്ടാണ്. ഇപ്പോൾ 2 സംഘങ്ങളും വാഹനത്തിൽ കുശവൻകുന്നിൽ സംഗമിക്കും. അത് പൂക്കളുടെ മാത്രം സംഗമമല്ല, ദേശത്തിന്റെ ഐക്യവും വിശ്വാസവും ഒരുമിച്ച് ചേരുന്ന പുണ്യമുഹൂർത്തമാണ്. ശേഖരിച്ച പൂക്കളും ചേർത്ത് ഇരുകൂട്ടരും ഒരുമിച്ചുള്ള ആ മടക്കയാത്ര കലശോത്സവത്തിന്റെ ആത്മാവായി ഗ്രാമഹൃദയങ്ങളിലും ഭക്ത മനസ്സുകളിലും വീണ്ടും വസന്തം തീർക്കുന്നു. ഇരു സംഘങ്ങളും സന്ധ്യാനേരത്ത് കളരിക്കാൽ തറവാട്ടിലേക്ക് നടന്നു നീങ്ങും. രാത്രിയിൽ നടക്കുന്ന അകത്തെ കലശത്തിന്റെ ചാർത്താനുള്ള പൂക്കൾ രാവിലെ കെട്ടിയൊരുക്കൽ തുടങ്ങും. സന്ധ്യയോടുകൂടി മടിയൻകുലോത്ത് എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.